ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വളരെ ബ്രില്യൻ വുമൺ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മുനവർലി തങ്ങളുടെ മോളാണ്. വളരെ സെക്യുലറായിട്ട് മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നത് കേരള പൊളിറ്റിക്സിൽ ഏറ്റവും സെക്യുലറായിട്ടുള്ള ഫാമിലിയാണ്. എനിക്ക് നേരിട്ടറിയാം. ഭാഷയോ ജാതിയോ ഒന്നുമില്ല. അവിടെ വരുന്നവരെ, ആ മുറ്റത്ത് വരുന്നവരെ എല്ലാ പ്രശ്നവും തീർത്തിട്ടേ വിട്ടിട്ടുള്ളൂ. 20 ലക്ഷം രൂപ 1 മണിക്കൂറുണ്ട്. ഒരു തമിഴ് വുമൺ അവരുടെ ആരോ പരീക്ഷയ്ക്ക് വിധേയമായപ്പോൾ അവിടെ കോമ്പൻസേഷൻ മണി 1 മണിക്കൂർ കൊണ്ടാണ് തങ്ങൾ പിരിച്ചു കൊടുത്തത്. അവരോട് ആരോ പറഞ്ഞു, പാണക്കാട് മുറ്റത്തുനിന്ന് ആ പൈസ കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് പോകേണ്ടി വരില്ല. അപ്പോൾ റിയലി ആ ഫാമിലി മെമ്പറിനോട് ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. എനിക്ക് പറയാൻ മാഡത്തിന് ചോദിക്കണം, മാഡത്തിന് പറഞ്ഞ കൾച്ചർ റിലീജിയൻ്റെ മേലെ വരുന്നു, ഖുർആൻ്റെ മേലെ കൾച്ചർ വരുന്നു. ഇപ്പോൾ മക്കയിൽ ആ കഴബാലയത്തിൽ സ്ത്രീകൾക്ക് പോകാം, അവിടെ തൊടാം. കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു, തൊടുന്നു, ആ കഴബാലയം തൊടുന്നു, അതിനെ പ്രദക്ഷിണം വയ്ക്കുന്നു. ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്ന ആരാധനാലയമാണത്. അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വെ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മറിയം ബീവി, ഈസാ നബിയുടെ അമ്മ, അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് ഖുർആൻ ചിത്രീകരിക്കുന്നത്. അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ്, പള്ളിയിൽ ജീവിച്ചിരുന്നു. പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. പള്ളിയിൽ ജീവിക്കുന്നു. എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനൊക്കെ അപ്പുറത്ത് സാധിക്കേണ്ടത് 1400 വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു. സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി പറയാമോ? ഈ ചോദ്യം കുറച്ച് ഇതാണ്. അതെ അതെ, എനിക്കറിയാം. അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു ഇതായിട്ടില്ലല്ലോ ഈ കുട്ടിക്ക്. ആക്ച്വലി ഇറ്റ്സ് കൾച്ചറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺട്ട് എൻറ്റർ മസ്ജിദ്. പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൺ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ. ആനന്ദമയി എന്ന് പറയുന്ന ആൾ ദൈവത്തെ സ്നേഹിച്ചോട്ടെ, ഇഷ്ടപ്പെട്ടോട്ടെ, ഉമ്മം വെച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ. പക്ഷെ അതൊരു മന്ത്രി ചെയ്യുമ്പോ അമൃതാനന്ദമയി എന്ന ആൾ ദൈവത്തിന്റെ മാത്രമല്ല, അത് ദർഗയിൽ പോയി തുണി വിധിക്കുമ്പോഴും തെറ്റാണ്. ഇന്നിപ്പോ നമ്മൾ എവിടെ എത്തി? ബിംബം പാല് കുടിച്ചു എന്ന് കേട്ടപ്പോൾ അവിടേക്ക് ഓടിയത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ബുദ്ധിജീവികളും ചിന്തകന്മാരുമായിരുന്നു. ബിംബം പാല് കുടിച്ചു എന്ന് കേട്ടപ്പോ ഒന്നായിട്ട് പാഞ്ഞങ്ങട്ട് ആരൊക്കെയാ? വലിയ ആൾക്കാര്. അന്ന് അവരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് അവർ കാണിക്കുന്ന അജ്ഞതയെ സംബന്ധിച്ച് തെരുവുകളിലും പട്ടണങ്ങളിലും പ്രസംഗിച്ച് മനുഷ്യ മനസ്സുകളെ തട്ടി ഉണർത്തിയത് നമ്മളാ. ബിംബം പാലുടിക്കുകയാണ് പലരും ചിന്തിച്ചു. അപ്പൊ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് ഈ സംഗതി ഉണ്ടാവില്ല. ഇന്നിപ്പോ നമ്മൾ എവിടുക്ക എത്തുന്നത്? ബിംബം സംസാരിക്കും എന്നുള്ള ധ്വനി നമ്മളിൽ നിന്ന് വരാൻ തുടങ്ങുക. പിന്നെ എന്തിനാ നമ്മൾ ബിംബം പാലുടിച്ചു പറഞ്ഞപ്പോ അതിന്റെ പിന്നാലെ എത്ര കൊടിയെടുത്ത് പാഞ്ഞത്? വലിയ സംഭവമൊന്നുമില്ലല്ലോ പാലുടിച്ചു പറഞ്ഞാല്. വർത്താനം പറയുന്ന പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ അപകടമല്ലേ? അപ്പൊ എന്തൊന്നിനെ നമ്മൾ എതിർത്തുവോ ആ എതിർത്തതിന്റെ വക്താക്കളായി നമ്മൾ അറിയാതെ നമ്മൾ മാറുന്നു. അതാണ് ഇബ്ലീസിന്റെ പരിപാടി എന്ന് പറയുന്നത്. അവിടെ എന്താ ഉദ്ദേശം? ശിർക്ക് ചെയ്യുന്നവർക്കും ചില ഗുണങ്ങൾ ലഭിക്കുന്നു. അതെങ്ങനെ ലഭിക്കുക? അത് ഖുർആൻ കൊണ്ട് സ്ഥാപിതമായതാണ്, ഹദീസ് സ്ഥിരപ്പെട്ടതാണ്, അഹ്ലുസുന്ന സ്വീകരിച്ചു പോകുന്നതാണ്, മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം എഴുതി പോകുന്നതാണ്. അതിനപ്പുറത്ത് നമ്മൾ ആരൊന്നും പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞു? കുല്ലൻ മിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അത്വാഇ റബ്ബിക്
വമാ കാന അത്വാഉ റബ്ബിക മഹ്ദൂറാ. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല പറയാണ്, കുല്ലൻ നുമിദ്ദു ഹഉലാഇ വഹഉലാ, എല്ലാവർക്കും നാം സഹായം നൽകും, ഇവർക്കും നൽകും അവർക്കും നൽകും. മിൻ അത്വാഇ റബ്ബിക, റബ്ബിന്റെ ഔദാര്യം അവന്റെ ദാനമായി എല്ലാവർക്കും നാം നൽകും. എന്നാൽ അങ്ങനല്ല എന്ന് പറഞ്ഞാലോ നമ്മെ സംബന്ധിച്ച് എന്താ പറയില്ല, ഹദീസ് നിഷേധികൾ. സുബ്ഹാനല്ലാഹ്, അത് പറ്റൂല. ഹദീസ് നിഷേധികൾ ഹദീസ് പഠിച്ച് 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 ചർബിതം ചെയ്തിട്ട് അവസാന അബദ്ധത്തിലെത്തുക. മുന്നണി നേതാക്കൾക്കും അണികൾക്കുമൊപ്പം കിഴക്കേ ഗോപുര നടയിലെത്തി തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തനെ പോലെ ചെരിപ്പഴിച്ചു വെച്ച് നടയിലെത്തി തൊഴുത് കാണിക്കയർപ്പിച്ചു. നടപ്പുരയിൽ നിന്നും പുറത്തു കിടന്ന ശേഷം കടകളിൽ കയറി വോട്ടഭ്യർത്ഥന നടത്തി. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക സ്തൂപത്തിന് മുന്നിലെത്തി പുഷ്പാർച്ചനയും നടത്തി. ഗുരുവായൂരപ്പൻ തന്റെ മനസ്സ് കാണുന്നുണ്ടെന്നും അനുഗ്രഹമുണ്ടാകുമെന്നും രാഷ്ട്രീയ കുചേലന്റെ അവിൽപ്പുതി ഭഗവാൻ സ്വീകരിക്കാതിരിക്കില്ലെന്നും KNA ഖാദർ പറഞ്ഞു. അപ്പോൾ ഗുരുവായൂരിൽ തീർച്ചയായും എല്ലാ വിശ്വാസികളും വിശ്വാസം ഇല്ലാത്തവരും രാഷ്ട്രീയമുള്ളവരും അല്ലാത്തവരും ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഭഗവാൻ ഗുരുവായൂരപ്പൻ എൻ്റെ മനസ്സ് കാണുന്നു, ഞങ്ങളുടെ മനസ്സ് കാണുന്നു. അദ്ദേഹം തീർച്ചയായും അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ രാഷ്ട്രീയ കുചേലന്റെ അവിൽപ്പതി ഭഗവാൻ സ്വീകരിക്കാതിരിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഇന്നലെ വെടിയേറ്റു മരിച്ചപ്പോൾ കരുണാകരൻ വിതുമ്പൺ, കരയാൻ, പേടിക്കുകയാൻ, മോള് പറയാൻ സത്യാണ്. മൂന്നാമത് കരുണാകരൻ എപ്പോഴാ കരഞ്ഞെന്നാണ് അടുത്ത ചോദ്യം. അതിന് മറുപടി സീതിയാജി മരിച്ചപ്പോ എന്നാണ്. അല്ലോ അതെന്താ സംഭവം എന്ന് ശ്രീകണ്ഠൻ നായർ ചോദ്യം. അതിന് മറുപടി അവസാന ദിവസം ആശുപത്രി കിടക്കയില് കരുണാകരനാണ് സന്ദർശകൻ. വേദന കൊണ്ട് പൊളയുമ്പോ ഹാജി കരുണാകരന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞോണ്ട് പറഞ്ഞു, ശ്രീ ഗുരുവായൂരപ്പനോട് ഒന്ന് പ്രാർത്ഥിക്കുമോ എനിക്കു തന്ന പ്രാണൻ തിരിച്ചെടുക്കാൻ. ഇത് സീതി ഹാജി ഫലിതല്ലട്ടോ. അവിടെ നിന്നു കരഞ്ഞ കരുണാകരൻ വീട്ടിൽ വന്നും ഏറെ നേരം കരഞ്ഞോണ്ടിരുന്നു എന്ന് പൊന്നുമോള്. സഹോദരന്മാരെ, ഇതെന്താ കഥ? നല്ലോണം ആലോചിച്ചോ. അവസാനത്തെ തുള്ളിയും സുന്നിക്കെതിരെ മുപ്പര് വാക്കു പാലിച്ചുട്ടോ. സുന്നിക്കെതിരെ അത് സൂൽ ഖാത്തിമത്താണ്. അല്ലാഹ് കാക്കട്ടെ, അല്ലാഹു തആല കാക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അത് മോള് പറയണ്ട, പത്രത്തിൽ വായിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. കരുണാകർജിയുടെ കയ്യും പിടിച്ചിട്ട് സലഫിയായ ആചാര്യ പറഞ്ഞു, നിന്റെ കുടുംബത്തെ രക്ഷിക്കണം. അത് പത്രത്തിലൊക്കെ വന്നതാണ്. ഇസ്തിഗാസയാണ് കരുണാകരനോടെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് നേരം വെളുക്കണം, കാലം തിരിയണം. നമുക്ക് തിരിച്ചറിവുണ്ടാക്കി തന്ന രണ്ട് മഹാന്മാർ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അന്ന് പറഞ്ഞതാണ് അതിന്റെ ശരി. ഏത് സംഭവമാണ് കരുണാകരനെ വ്യക്തിപരമായി ഏറ്റവും വേദനിപ്പിച്ചത്? അച്ഛൻ 4 പ്രാവശ്യം അച്ഛന്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോ, പിന്നെ ഒന്ന് അച്ഛന്റെ അമ്മ മരിച്ചപ്പോ, പിന്നെ ഒന്ന് സീതി ഹാജി മരിച്ചപ്പോ. ഞാൻ എത്ര ഇവര് തമ്മിൽ എടുപ്പാന്ന് എനിക്ക് അറിയില്ലായിരുന്നു എത്രയാണെങ്കിലും. അപ്പൊ കാണാൻ പോയപ്പം ഭയങ്കര വേദന എടുത്ത് ഇതാവും അത്ര. അപ്പൊ എന്നിട്ട് കണ്ണ് നിറഞ്ഞിട്ട് കൈ ഓടിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ഗുരുവായൂരപ്പനോടൊന്ന് പ്രാർത്ഥിക്കും എന്റെ ജീവൻ വേഗം എടുക്കാൻ കരുണാകരാന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് വന്നിട്ട് അച്ഛൻ ഭയങ്കര കരച്ചിലായിരുന്നു. ശിർക്കിന് ഫലമുണ്ട്, അഥവാ നഫ്ഉം അസറും ഉണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇവരുടെ വാദം ശിർക്കിന് ഫലമില്ല എന്നതാണ്. പക്ഷെ അതൊരു മന്ത്രി ചെയ്യുമ്പോ അമൃതാനന്ദമയി എന്ന ആൾ ദൈവത്തിന്റെ മാത്രമല്ല, അത് ദർഗയിൽ പോയി തുണി വിധിക്കുമ്പോഴും തെറ്റാണ്. അങ്ങനെ ചെയ്താൽ ശിർക്കാവില്ല, ഇങ്ങനെ ചെയ്താൽ ശിർക്കാവില്ല, ഇന്നതുമാതിരി വിളിച്ചാൽ ശിർക്കാവില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ജനങ്ങളുടെ ഇടയിൽ അതിനുള്ള, അതായത് അല്ലാഹുതആല എല്ലാ തെറ്റും പൊറുക്കും, വേണ്ടി വന്നാൽ അല്ലാഹുതആല പൊറുക്കില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൽ പങ്കു ചേർക്കൽ എന്ന ഗൗരവതരമായൊരു കാര്യത്തെ സംബന്ധിച്ച് ആളുകളെ പേടിപ്പിച്ച് നിർത്തുന്നതിന് പകരം അതിന് എന്തിനാണ് ലളിതവൽക്കരിക്കുന്നത്? പ്രാർത്ഥനയാകുന്നതാണോ അത് പടപ്പിലേക്ക് പോയാൽ ശിർക്കായി, പ്രാർത്ഥന ആവാത്തതാണോ ജിന്നിലേക്ക് പോയാൽ ഹറാമായി, ഇൻസിലേക്ക് പോയാൽ ജായിസായി, ഹലാലായി. ഇതാണ് വ്യത്യാസം. നമ്മൾ തമ്മിൽ പൈസ കടം ചോദിക്കാം, അത് പ്രാർത്ഥനയല്ല, അത് ജായിസാണ്, അനുവദനീയമാണ്. അത് ജിന്നിനോടായാലോ പ്രാർത്ഥനയായി മാറൂല, അത് ഹറാമായ ചോദ്യമായി മാറും. എന്നാൽ നിന്റെ കടം വീട്ടണേന്ന് മുമ്പിലിരിക്കുന്ന ഒരാൾ തേടിയാലോ പ്രാർത്ഥനയാണ്, മരിച്ചുപോയ ആൾ തേടിയാലോ പ്രാർത്ഥനയാണ്, CMO തേടിയാലോ പ്രാർത്ഥനയാണ്, ജിന്നോട് തേടിയാലോ പ്രാർത്ഥനയാണ്, ശിർക്കാണ്. ഇതാണ് ആകത്തുക. ബോധ്യപ്പെടേണ്ടവർക്ക് ബോധ്യപ്പെടും,
ഉറങ്ങുന്നവനെ ഉണർത്താൻ കഴിയും, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല. അതിനെ ലളിതവൽക്കരിക്കുന്നതിന്റെ ഫലമായി കിട്ടാൻ പോകുന്ന ലാഭം എന്താണ്? നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. അമാനി മൗലവി സാഹിബിന്റെ ഖുർആൻ പരിഭാഷയുടെ ഒരു വ്യാഖ്യാനത്തിൽ ഞാൻ ഈയിടെ വായിച്ചൊരു സംഗതി, വലിയ ശിർക്കിനെ കുറിച്ചല്ല പേടിക്കേണ്ടത്, ചെറിയ ശിർക്കിനെ കുറിച്ചാണ്. ആനന്ദമയി എന്ന് പറയുന്ന ആൾ ദൈവത്തെ സ്നേഹിച്ചോട്ടെ, ഇഷ്ടപ്പെട്ടോട്ടെ, ഉമ്മം വെച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ, പക്ഷെ അതൊരു മന്ത്രി ചെയ്യുമ്പോ അമൃതാനന്ദമയി എന്ന ആൾ ദൈവത്തിന്റെ മാത്രമല്ല, അത് ദർഗയിൽ പോയി തുണി വിധിക്കുമ്പോഴും തെറ്റാണ്. അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാന് സമസ്തക്കകത്തുള്ള ഒരു മുസ്ലിം ലീഗുകാരനാണ്. നമുക്ക് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. എന്നാണ് ഷാജി സാഹിബ് സമസ്തന്റെ അകത്ത് വന്നത്? ഏത് കാലത്താണ് സമസ്തയിൽ മെമ്പർഷിപ്പ് എടുത്ത്? നമുക്കറിയാൻ താല്പര്യമുണ്ട്. അയാൾ കേരളത്തിന് പുറത്തല്ലല്ലോ, അയാൾ വയനാട് ജില്ലയിലാണ്. അദ്ദേഹത്തിന്റെ നാട് നമുക്കറിയാം. അദ്ദേഹം പോകുന്ന പള്ളി, പ്രാർത്ഥനയ്ക്ക് പോകുന്ന പള്ളി ഏതാണെന്നറിയാം. അദ്ദേഹത്തിന്റെ മറ്റ് ഇടപാടുകളൊക്കെ ആരുമായി ബന്ധപ്പെട്ടാണെന്നറിയാം. അദ്ദേഹം ഒരു കാലത്തും സമസ്തയുടെ പ്രവർത്തകനായിട്ടില്ല. സമസ്തയുടെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, ഒറ്റ കുട്ടിയാകാൻ, കാരണം അവർക്ക് മറ്റ് മദ്രസകൾ ഇല്ലാത്തത് കൊണ്ട്. അതല്ല, ഒരു കാലം സമസ്തക്ക് അനുകൂലമായോ സമസ്തയുടെ വേദികളോ അദ്ദേഹം രംഗത്ത് വന്നിട്ടില്ല. മറിച്ച് സമസ്ത രൂക്ഷമായി എതിർക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ശക്തമായി വാദിക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും അവരെ ശക്തി പകരുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി കെ.എം. ഷാജി മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നത് കണ്ടപ്പോൾ ഒരു കാരണവശാൽ നിങ്ങൾ പിളരാൻ പാടില്ല, അവരെ ഇസ്ലാം മീറ്റ് വിളിച്ചെടുത്ത് അദ്ദേഹം പറയുകയാണ്, ഒരു കാരണവശാൽ നിങ്ങൾ പിളരാൻ പാടില്ല, അത് അത്യന്തം അപകടകരമാണ്, സർവനാശമാണ്. നിങ്ങളിവിടെ ഇങ്ങനെ ഉണ്ടായാൽ മതി, പ്രവർത്തിക്കട്ടെ. എന്നാൽ പോലും സുന്നി വിഭാഗം എന്ത് ചെയ്യും, അവർ അന്ധവിശ്വാസങ്ങൾ കുറച്ചെങ്കിലും കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ പിളരാൻ പാടില്ല. അഥവാ നിങ്ങളിത് പിളരാൻ വേണ്ടി സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും സർവനാശം എന്ന് മാത്രമല്ല, ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടും. അത്ര ഗൗരവ തെറ്റാം. മറ്റു സാധാരണ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന തെറ്റുകൾക്ക് അവസാനം മരണാനന്തര ശിക്ഷ കിട്ടുക. പക്ഷെ മുജാഹിദ് പിളർക്കാൻ, മുജാഹിദ് പ്രശ്നം ഉണ്ടാക്കി എന്ത് ചെയ്തു, ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുമെന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഇങ്ങനെ വിവാദമായ പ്രസ്താവനകൾ നടത്താൻ വേണ്ടി കെ.എം. ഷാജിനെ മുസ്ലിം ലീഗ് നേതൃത്വം തുറന്നു വിട്ടിരിക്കുക. ഷാജിക്ക് എന്തും പറയാന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യാഘാതം എന്തെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതികരണം എന്തെന്നോ മുസ്ലിം ലീഗുകാർ ചിന്തിക്കാറില്ല. എനിക്ക് തോന്നുന്നു ഈ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് മദീനയിൽ വെച്ചാണ്, KMCCയുടെ ഒരു പരിപാടിയിൽ വെച്ച്. അവിടെ ഇടത് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അതിലൊരു മന്ത്രി മാതാ അമൃതാനന്ദമയ്യെ പോയി കണ്ടു എന്നുള്ളത് അവരുടെ ജന്മദിനത്തിൽ ഒരു വലിയ പാതകമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നേരെ തിരിഞ്ഞത് സുന്നികളിലേക്കാണ്, സൂഫി വിഭാഗത്തിലേക്ക്. അതായത് അവർ മക്കാമുകളിൽ പോയി തുണി വിരിക്കുക, അതായത് ചദർ വിരിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ അവിടെ സന്ദർശിക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് മൂപ്പര് പറഞ്ഞു പോയത് സംഭവം. ഇതൊരു പഴയൊരു വിഷയമാണ്. പലതവണ ഷാജിയുടെ വിമർശനത്തിന് വിധേയമായ ഒരു സംഭവം കൂടിയാണ്. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ മുഹമ്മദ് അലി ഷഹാബ് തങ്ങളെ തള്ളിപ്പറഞ്ഞിരുന്നു. അവിടെ കൽപ്പറ്റയിൽ വെച്ചുള്ള ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് ഷഹാബ് തങ്ങൾ മതാചാര്യനോ ആത്മീയ നേതാവോ ഒന്നുമല്ല, വെറും രാഷ്ട്രീയക്കാരനാണെന്ന് മാത്രം പറഞ്ഞു. അന്ന് അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ ട്രഷറായിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നീട് ഇലക്ഷനൊക്കെ വന്ന സമയത്ത് അദ്ദേഹം അതൊക്കെ മാറ്റി നേരെ പാണക്കാട്ട് പോയി തങ്ങളുടെ കാല് പിടിച്ചിട്ട് സീറ്റ് നേടിയെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ രണ്ട് വശമാണ്. ഒന്ന്, മാതാ അമൃതാനന്ദമയ്യെ കണ്ടതാണ് വലിയ പാതകമായി കണ്ടത്. ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്, ഒരു പുണ്യ മനുഷ്യനെ, ഒരു പുണ്യ വനിതയെ പോയിട്ട് കാണുന്നതിൽ എന്താണ് തെറ്റ്? മാതാ അമൃതാനന്ദമയ്യെ CPM മാത്രമൊന്നുമല്ല, സാക്ഷാൽ മുസ്ലിം ലീഗുകാർ ഏതിത്തരം ആൾ ദൈവങ്ങളെയും പോയിട്ട് കാണാറുണ്ട്. അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സംഭവമുണ്ട്. കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്നു പോയി മാതാ അമൃതാനന്ദമയെ കെട്ടിപ്പിടിച്ചു. അതിന് മാത്രം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു, കൺകണ്ട ദൈവമാണ് ഇത് എന്ന. അതുമാത്രമല്ല, ആത്മീയ സാബല്യത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തിയിരിക്കുകയാണെന്നുള്ള സംസാരത്തിൽ നിന്ന് ആ മുഖഭാവം കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുമാത്രമല്ല, എത്രയോ നേതാക്കന്മാർ, ഈ സാക്ഷാൽ മുനവർ അലി തങ്ങളും സാദിഖ് അലി തങ്ങളൊക്കെ തന്നെ ഈ സ്വാമിമാരെയും മറ്റുള്ളവരെയും ഒക്കെ തന്നെ കെട്ടിപ്പിടിക്കാറുണ്ട്. ഗണേഷ് വിഗ്രഹ പൂജ നടക്കുന്ന സമയത്ത് ഈ സാക്ഷാൽ ഷാജി അവിടെ പോയി വണങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ട്. അപ്പോഴാണ് ഒരു ഉത്തരവാദപ്പെട്ട മന്ത്രി ഒരു വലിയ ഒരാളുടെ ചടങ്ങ് നടക്കുന്ന സമയത്ത് അവിടെ പോയിനെ വലിയ കാര്യമാക്കി വർഗീയമായി ചിത്രീകരിക്കുന്നത്. ഇതൊക്കെ ഇവരെ വൃത്തികെട്ട ഒരു നിലപാടാണ്. പിന്നെ ഈ മഖാമുകളിൽ പോയി ചാദർ വിരിക്കുന്നത് വലിയ തെറ്റായിട്ടാണ് അദ്ദേഹം കാണുന്നത്.
കേരളത്തിൽ എന്നല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ സലഫിസം വാഴുന്ന സൗദി അറേബ്യ ഒഴികെയുള്ള ചില എല്ലാം തന്നെ ഇത്തരം മക്കാമുകളുണ്ട്, ജാറങ്ങളുണ്ട്, അവിടെ ഈ ചതാറ് വിരിക്കുന്നതുണ്ട്. അതൊക്കെ പണ്ടേ തുടങ്ങിയൊരു പരിപാടിയാണ്. ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ ഒരു മന്ത്രി പങ്കെടുക്കുന്നത് പോലും തെറ്റല്ല എന്നാണ് സുപ്രീം കോടതി വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1994 ഇസ്മായിൽ ഫാറൂഖി കേസിൽ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ട്, ദ സ്റ്റേറ്റ്സ് പാർട്ടിസിപ്പേഷൻ ഓഫ് റിലീജിയസ് ഓർ ഫെസിലിറ്റേഷൻ ഓഫ് റിലീജിയസ് ആക്ടിവിറ്റീസ് ഡസ് നോട്ട് പെർസീവ് വയലേറ്റ് സെക്യുലറിസം ആസ് ലോങ് ആസ് ഇറ്റ് ട്രീറ്റ് ഓൾ റിലീജിയൻ വിത്ത് ഈക്വൽ റെസ്പെക്ട്. എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്ന ഒരു സംവിധാനത്തിൽ അല്ലെങ്കിൽ അത്തരൊരു ഗവൺമെന്റിന് ഏതെങ്കിലും വിഭാഗത്തിന്റെ മതചടങ്ങിലോ അല്ലെങ്കിൽ അനുമോദന ചടങ്ങിലോ പങ്കെടുക്കുന്നത് ഒരിക്കലും തന്നെ സെക്യുലറിസത്തിന്റെ ലംഘനമല്ല. ഇവിടെ അടുത്ത കാലഘട്ടത്തിൽ കുറേ വിമർശനമുണ്ടായി. അയ്യപ്പ സംഗമൊക്കെ സംഘടിപ്പിച്ച സമയത്ത് അതിലൊന്നും പങ്കെടുക്കുന്നതിൽ ഗവൺമെന്റ് ഉത്തരവാദപ്പെട്ടവർ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതുപോലെ ഈ മന്ത്രിമാരെ ഏതെങ്കിലും മക്കാമിലോ അല്ലെങ്കിൽ ജാറത്തിലോ പോയി പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ചദാർ വിരിക്കുന്നതിനോ ഒരു തെറ്റുമില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജാവായി ചരിത്രകാരന്മാർ ചിത്രീകരിക്കാറ് അജ്മീറിലെ ഖ്വാജ മൊയ്യുദ്ദീൻ ചിസ്തിയ. അദ്ദേഹം വലിയൊരു സൂഫി വര്യനാണ്, ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഒരിത്. ആ മനുഷ്യൻ്റെ ആ ഖ്വാജ മൊയ്യുദ്ദീൻ ചിസ്തിയുടെ അജ്മീറിലെ മക്കാമിൽ ഇപ്പോഴും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ അടക്കം തന്നെ, ബറാക്ക് ഒബാമ അടക്കം തന്നെ അവിടെ വിരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിമാർ തുടക്കം മുതൽക്ക് തന്നെ അതിൽ അവർ കമ്മ്യൂണിസ്റ്റാണോ, അവർ ഇടതുപക്ഷമാണോ, അവർ സോഷ്യലിസ്റ്റാണോ, കോൺഗ്രസ് ആണോ ഒന്നും വരുന്നില്ല. എല്ലാവരും അതൊരു ബഹുമാനാദരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, അവിടെ ഒരു ആരാധനയുടെ ഭാഗമൊന്നുമല്ല. ഇത് മനസ്സിലാക്കാനുള്ള ഒരു മാനസികമായ വളർച്ചയില്ലാത്തത് കൊണ്ടാണ് ഷാജിയെ പോലുള്ളവർ ഇങ്ങനെ കുറേ ജൽപ്പനങ്ങൾ തൊടുത്തുവിടുന്നത്. പക്ഷെ അത് ഇവിടെ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം കുറച്ച് കൂടുതലാണ്. കാരണം ഇവിടെ 95% വരുന്ന സുന്നികളെ അത് പ്രയാസപ്പെടുത്തുന്നുണ്ട് മാനസികമായി. അതുമാത്രമല്ല, അവിടെ മദീന പോലെയുള്ള സ്ഥലത്ത് പോയിട്ട് പറയേണ്ട വാക്കുകൾ ഇതല്ല. യഥാർത്ഥത്തിൽ അവർ ഒരു ഐക്യത്തിൻ്റെയും സന്ദേശവാഹകരായിട്ടാണ് അവിടെ പോകേണ്ടത്. അവിടെയും വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇടത് സർക്കാരിനെ വിമർശിക്കണമെങ്കിൽ ആ നിലക്ക് രാഷ്ട്രീയം പറയാം, പക്ഷെ രാഷ്ട്രീയം പറയാനൊന്നുമില്ല. ഷാജിക്ക് തീരെയില്ല. ഷാജിൻ്റെ എൻ്റെ അഭിരുചിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയൊക്കെ എവിടെയാണ് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഷാജിൻ്റെ ഇത്തരം പ്രസ്താവനകളെ നമ്മൾ അവജ്ഞയോടെ തള്ളിക്കളയാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. മമ്പുറപ്പൂ മഖാമിലേ മണ്ടിട്ട് കേറി ഫോമിലേ മന്നാനിൽ പങ്ക് ചേർക്കലേ ജായിസാണിന്നിയാളിലേ മുമ്പ് പറഞ്ഞതൊക്കെയും അമ്പേ മറന്നു മൂപ്പര് മുന്നിൽ തിരഞ്ഞെടുപ്പിനാൽ ശിർക്ക് വീഴുങ്ങി വോന്തര് മമ്പുറപ്പൂ മഖാമിലേ മണ്ടിട്ട് കേറി ഫോമിലേ മന്നാനിൽ പങ്ക് ചേർക്കലേ ജായിസാണിന്നിയാളിലേ തമ്പുരാനെ മറന്നുവോ വീമ്പ് പറഞ്ഞതോർത്തുവോ തഞ്ചത്തിനോത്ത് മാറുവാൻ വഞ്ചകനായിടുന്നുവോ മമ്പുറപ്പൂ മഖാമിലേ മണ്ടിട്ട് കേറി ഫോമിലേ മന്നാനിൽ പങ്ക് ചേർക്കലേ ജായിസാണിന്നിയാളിലേ കുംഭസാരം നടത്തിയോ മമ്പുറത്തേറ്റ് പാടിയോ കൂസാതെയാ മഖാമിലേ മോശത്തരം ഇറക്കിയോ മമ്പുറപ്പൂ മഖാമിലേ മണ്ടിട്ട് കേറി ഫോമിലേ മന്നാനിൽ പങ്ക് ചേർക്കലേ ജായിസാണിന്നിയാളിലേ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ
ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.